ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് നമ്മുടെ വ്ലോഗ് കുറച്ച് സ്പെഷ്യലാണ്. നമ്മുടെ അല്ലിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്, രണ്ടാമത്തെ ബർത്ത്ഡേ. അങ്ങനെ അല്ലിക്ക് 2 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ അടുത്ത ഫ്രണ്ട്സൊക്കെ കൂടെ ചേർന്ന് ഒരു ചെറിയ കേക്ക് കട്ടിങ്ങും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ഒരു ചെറിയ കുട്ടി വ്ലോഗ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് അല്ലിക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അല്ലിക്ക് കോഴിക്കോട്ട ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല മധുരമൊക്കെ വെച്ചിട്ട് കോഴിക്കോട്ട ഉണ്ടാക്കുന്ന അല്ലിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് ചെറുതായിട്ട് ഉണ്ടാക്കി കൊടുക്കും, പിന്നെ ഞങ്ങൾക്ക് വലുതായിട്ടും, അങ്ങനെ 2 രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. പിന്നെ ബാക്കി വരുന്ന കോഴിക്കോട്ടയുടെ മാവ് കൊണ്ടിട്ട് ഇങ്ങനെ പല ഷേപ്പിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കി നല്ല രസമല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പം ഞാൻ 2 രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ അകത്തെ ഫില്ലിങ്ങിനായിട്ട് നമുക്ക് തേങ്ങ കുറച്ച് കൂടുതൽ വേണം. പിന്നെ നമുക്ക് നല്ല ജീരകം, ചെറിയ ജീരകയില്ലേ, ആ ജീരകവും 2 ഏലക്കയും. ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് വേണ്ടെന്ന് വയ്ക്കാം. അതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടിച്ചിട്ടില്ല, പൊടിക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങ ഇടുന്നുണ്ട്. അപ്പം എത്ര തേങ്ങ വേണമെങ്കിലും ഇടാം, തേങ്ങ കൂടുതലിടുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് തേങ്ങ ഇടുന്നുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്ക് കുറച്ച് മതിയല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ള തേങ്ങ ഇടുന്നുണ്ട്. ഇപ്പം നമുക്ക് തേങ്ങയിൽ പഞ്ചസാര ഇടുന്നതിനേക്കാളും ടേസ്റ്റ് ശർക്കര ഇടുന്നതാണ്. പിന്നെ എല്ലാവർക്കും ശർക്കര ഇടുന്നത് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ ചേർക്കാം. ഇപ്പോൾ ഞാനിവിടെ പഞ്ചസാരയാണ് ഇടുന്നത്. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർക്കണം, അത്യാവശ്യം മധുരം കിട്ടണമെന്നുണ്ടെങ്കിൽ. പിന്നെ പഞ്ചസാര ചേർക്കും. പിന്നെ കുറച്ച് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നു. പിന്നെ നമ്മൾ ഈ ഇട്ട എല്ലാ സാധനങ്ങളും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത്. പിന്നെ നമ്മൾ ഈ മിക്സ് ഉണ്ടാക്കുന്ന സമയത്തിന് മുമ്പ് നമ്മൾ ഇതിന് വേണ്ട അരിപ്പൊടി നന്നായിട്ട് ചൂടുവെള്ളത്തിലിട്ട് വേവിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ആറുന്ന സമയത്തേക്ക് നമുക്കിത് ചെയ്ത് തീർത്ത് കഴിയുമ്പോഴേക്കും ചെറുതായിട്ട് അത് ആറും. അപ്പം ഞാൻ നേരത്തെ ഇതിങ്ങനെ ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ആറുന്ന സമയത്ത് നമുക്കതിങ്ങനെ പിടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അത് ആറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഫില്ലിങ് വെച്ച്, എല്ലാവർക്കും അറിയാമല്ലോ കോഴിക്കോട്ട ഉണ്ടാക്കുന്ന പോലെ, അങ്ങനെ ഫില്ലിങ് വെച്ച് ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റും കൂടെയാണിത്. പിന്നെ വൈകുന്നേരങ്ങളിലാണെങ്കിലും നമുക്ക് ചായയുടെ ഒക്കെ കൂടെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നെയ്യൊക്കെ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് വരും. പിന്നെ ഈ ബാക്കി വരുന്ന തേങ്ങയുടെ ഒരു മിക്സ് ഉണ്ടല്ലോ, നമ്മൾ ഉള്ളിൽ വെച്ചെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന തേങ്ങയുടെ മിക്സ് ചുമ്മാ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പണ്ട് തൊട്ടേ വഴക്ക് കേൾക്കുന്ന സാധനമാണ് ഈ തേങ്ങയുടെ ബാക്കി വരുന്നത്. അതിനേക്കാളും മുമ്പാണെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും അതെടുത്തുകൊണ്ട് ഓടിപ്പോയി കഴിക്കും. അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ടേസ്റ്റ്. ശർക്കര ഇടുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇവിടെ എല്ലാവർക്കും ശർക്കര ഇടുന്ന അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒന്നും ഇല്ലാതെയും ഇങ്ങനെ ഷുഗറൊക്കെ ഉള്ളവർക്ക് തേങ്ങ മാത്രം വെച്ചിട്ട് ഇങ്ങനെ ചെയ്താലും നല്ലതാണ്. ശർക്കര ഇട്ടിട്ട് ചെയ്താലും നല്ലതാണ്. എങ്ങനെ ചെയ്താലും അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ് ഈ കോഴിക്കോട്ട എന്ന് പറയുന്നത്. പണ്ട് തൊട്ടേ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന സാധനമാണ്.
അപ്പോഴേക്കും നമ്മുടെ കൊഴുക്കട്ടയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വൈകുന്നേരത്തേക്കുള്ള ഡെക്കറേഷൻ്റെ പരിപാടിക്ക് കയറി. അപ്പോൾ അത് പരിപാടി അങ്ങ് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റു കാര്യങ്ങൾക്കൊക്കെ നോക്കാമല്ലോ. പിന്നെ ആ ഒരു ടെൻഷൻ വേണ്ട, പെട്ടെന്ന് ചെയ്ത് തീരുമോ, ആ സമയമാകുമ്പോഴേക്ക് ഇത് റെഡിയാവുമോ, അങ്ങനെയൊക്കെ. അങ്ങനെ ബലൂണെല്ലാം വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എനിക്ക് എടുത്ത് സഹായിക്കുന്നുണ്ട്. ഞാൻ ഡെക്കറേഷൻ്റെ ചെറിയൊരു ഐഡിയ ഒക്കെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അത് ഒരു 100% അല്ലെങ്കിലും അത്യാവശ്യമൊക്കെ സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുവിധം സെറ്റാക്കി. ഇനി കുറച്ച് പരിപാടികളും കൂടെ ഉണ്ട്. അപ്പോഴേക്കും നമ്മൾ പോയി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി. കുറച്ച് ലൈറ്റിങ്ങിൻ്റെ ഒക്കെ കാര്യങ്ങളുണ്ട്, അത് ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പം അങ്ങനെ എല്ലാവരും വന്നു തുടങ്ങി. ഒരു 9:30 ടൈമൊക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ സമയത്തിന് മുമ്പേ എല്ലാവരും നേരത്തെ വന്നു. എല്ലാവരും നിങ്ങൾ സംസാരിച്ചൊക്കെ നിൽക്കുവാണ്. അല്ലിയുടെ ഫ്രണ്ട്സിൻ്റെ എല്ലാം കിട്ടിയപ്പോൾ അല്ലി നല്ല ഹാപ്പിയായി, നല്ല ആക്റ്റീവായിട്ട് അവിടെ ഇവിടെ ഓടി നടക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ കേക്ക് വന്നു. നമ്മുടെ അല്ലിയുടെ കേക്ക് ഇതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്ക്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കായിരുന്നു. അങ്ങനെ എല്ലാവരും വന്ന് നിന്നു, കേക്കൊക്കെ കട്ട് ചെയ്തു, നല്ല ഹാപ്പി ആയിട്ട് ഫുഡെല്ലാം കഴിച്ച് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. എന്നിട്ട് എല്ലാവരും നേരെ വീട്ടിൽ പോയി. അപ്പോൾ നമ്മുടെ ഈ കുട്ടി ബർത്ത്ഡേ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്കിനി അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.